തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബെഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 7 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 10 മുതൽ 19 വരെയും, സങ്കീർത്തനങ്ങൾ 111 1 മുതൽ 2 വരെയും, 5 മുതൽ 6 വരെയും, 8 മുതൽ 9 വരെയും, വിശുദ്ധ ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 15 വരെയും തിരുവചനങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. സമ്പത്തിനെക്കുറിച്ചാണ് സുവിശേഷം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. ആധുനിക കാലം സമ്പത്ത് കേന്ദ്രീകൃത കാലമാണ്. അതുകൊണ്ടാണ് ഒരു മഹാമാരി നമ്മെ വേട്ടയാടിയപ്പോൾ സാമ്പത്തികമായി തകർന്ന് ജീവിതം വഴിമുട്ടിയത്. അപ്പോഴും മാനദണ്ഡമായി സമ്പത്ത് ഉയർന്നു വന്നു. സാമ്പത്തിക രംഗം തകരാതിരിക്കാൻ ലോക്ക്ഡൗണിൽ ഇളവുകൾ കൊടുക്കേണ്ടി വന്നു. എല്ലാ രാജ്യങ്ങൾക്കും നമ്മെ ഭരിക്കുന്നത് സമ്പത്തായി മാറുന്നു. അഴിമതിയും അതേപോലെ അക്രമങ്ങളും പെരുകുന്നതിൻ്റെ പുറകിൽ സമ്പത്തിനോടുള്ള പ്രണയം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സുവിശേഷം ഇന്ന് അധാർമിക സമ്പത്തിനെക്കുറിച്ചാണ് പറയുക. സമ്പത്തിനെ 3 തരത്തിൽ നമുക്ക് കാണാം. 1 ധാർമ്മിക സമ്പത്താണ്, 2 അധാർമികമാണ്, 3 കള്ളപ്പണവും. കളവ് മുതലും കള്ളപ്പണവുമല്ല അധാർമിക സമ്പത്ത്. സമ്പത്ത് ധാർമ്മികത വെടിയുമ്പോൾ അത് അധാർമികമായിട്ട് മാറും. പരിശുദ്ധ പിതാവ് പറഞ്ഞല്ലോ, ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഉപയോഗിക്കുന്ന പണം പട്ടിണിപ്പാവങ്ങളുടെ പട്ടിണി നികത്താനായി ഒരാഗോള ഫണ്ടായി മാറേണ്ടതുണ്ടെന്ന്. വിശക്കുന്നവനപ്പമായി മാറാത്ത ധനം, സമ്പത്ത് നിശ്ചയമായും അധാർമികമാണ്. നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നവ അവരനു വേണ്ടി ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചവയാണ് എന്ന് കരുതി അവരനുമായി പങ്കുവയ്ക്കാൻ കഴിയാതെ പോകുമ്പോൾ, അവരന് അപ്പമായി മാറാതിരിക്കുമ്പോൾ അത് അധാർമികമെന്ന് പറയേണ്ടി വരും. ഞാൻ ഉപയോഗിക്കുന്നവ എൻ്റേതാണെന്ന് കരുതുന്ന ഏതൊരുവനും സാമ്പത്തികമായ അധാർമികതയിലാണ്. അവരെൻ്റെ വിശപ്പകറ്റാൻ കഴിയാതെ, അവരനെ ഉടുപ്പിക്കാൻ കഴിയാതെ, അവരന് കിടപ്പാടമാകാൻ കഴിയാതെ എന്തെല്ലാം നാം സ്വന്തമാക്കി വയ്ക്കുന്നുണ്ടോ അതെല്ലാം അപഹരിച്ചെടുക്കലാണ്, അവരെൻ്റെതാണ്. അങ്ങനെ അവരനെ ദരിദ്രനാക്കിക്കൊണ്ടാണ്, അവൻ്റെ ഇല്ലായ്മയുടെ മേൽ പടുത്തുയർത്തിക്കൊണ്ടാണ് സമ്പത്തിൻ്റെ സാമ്രാജ്യം ഉയരുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണത്വങ്ങളിൽ വലിയവനെന്നും ചെറിയവനെന്നും വകഭേദമില്ലാതെ തിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. സമ്പത്ത് എൻ്റെതല്ല. ദൈവം എൻ്റെ കയ്യിൽ സമ്പത്ത് ഏൽപ്പിക്കുന്നത് അവരനുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്, അവരന് കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ പോലും എൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ് ഞാൻ എന്ന ബോധമുണ്ടാകണം. ഇപ്രകാരം ഒരു ബോധമുണ്ടാകുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം എന്ന് നമ്മോട് പറയുക. ധാർമ്മിക സമ്പത്ത് ഇപ്രകാരം വ്യയം ചെയ്യുന്ന സമ്പത്താണ്, അവരിന് വേണ്ടിയുള്ളതാണ്. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിൽ ഭൗതിക യാഥാർത്ഥ്യമായ വിശപ്പിനെ അകറ്റാൻ കഴിയാത്തൊരുവന് പ്രവേശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ധാർമ്മികതയിലൂന്നിയ ഒരു സാമ്പത്തിക ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അത് വിശ്വാസി മുതൽ അങ്ങേയറ്റം സഭയുടെ സ്ഥാപനങ്ങളിൽ വരെ നീണ്ടെത്തേണ്ടതുണ്ട്. അപ്രകാരമായിത്തീരാതെ നാം സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി അധാർമിക സമ്പത്ത് എന്താണ്? അത് പിടിച്ചു വയ്ക്കുന്ന ധനമാണ്. എവിടെയൊക്കെ അത് കുന്നുകൂടുന്നുവോ, എവിടെയൊക്കെ അത് ഒളിച്ചു വയ്ക്കുന്നുവോ, ആരുടെയൊക്കെ കൈവശം അതിരിക്കുന്നുവോ, 80% സമ്പത്തും 20% കയ്യിലായിപ്പോയ ഒരു ലോകത്താണ് നാം ജീവിക്കുക. ഇങ്ങനെ അതിസമ്പന്നന്മാരെ ഉയർത്തുകയും ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുകയും ചെയ്യുന്ന വ്യവസ്ഥിതികൾക്കെതിരെ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആദ്യ അപ്പോസ്തലിക ഉദ്ഗ്രഥനത്തിൽ പറയുന്നുണ്ടല്ലോ. ജീവിതത്തിൽ എവിടെയും നമുക്ക് കാണാവുന്നൊരു യാഥാർത്ഥ്യമാണിത്. അതുകൊണ്ട് അധാർമികമായി എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, അവരെന്നെ വിശക്കുമ്പോൾ എൻ്റെ കയ്യിൽ അന്നം ബാക്കിയുണ്ടോ എന്ന് ഗൗരവമായി നാം ചിന്തിക്കണം. കള്ളപ്പണവും കളവും മുതലും ഇതല്ല, അത് കട്ടെടുക്കുന്നതാണ്, അപഹരിച്ചെടുക്കുന്നതാണ്. അവിടെ ഈ ധാർമ്മികത തീരെയില്ലെന്ന് പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതം വലിയ കുഴപ്പമില്ലെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പള്ളിക്ക് കൊടുത്താൽ തങ്ങളുടെ സാമ്പത്തിക രംഗത്തുള്ള എല്ലാ അകൃത്യങ്ങളും നീങ്ങിപ്പോകുമെന്ന് ഒട്ടനവധി ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പള്ളികൾക്ക് കൊടുക്കുന്നു, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പേരിൽ കൊടുക്കുന്നു, പലവിധ കാര്യങ്ങൾക്കായി കൊടുക്കുന്നു. അവരന് അപ്പമായി മാറാൻ കഴിയാത്ത സമ്പത്ത് യഥാർത്ഥത്തിൽ എവിടെയാണ് ചെന്നു ചേരുന്നതെങ്കിലും അവിടവും അധാർമികമായി പോകും. ആ ഒരു ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പൗലോസ്ലീഹ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെന്നെ സഹായിച്ചിട്ടുണ്ട്,
നിങ്ങളെന്നെ സഹായിച്ചതിന് നന്ദി ഞാൻ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് എല്ലാ തരത്തിലും ജീവിക്കാൻ അറിയാം, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും ജീവിക്കാൻ അറിയാം. എൻ്റെ കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് വേണ്ടതെല്ലാം തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഒരു മനോബലത്തെക്കുറിച്ചാണ് വചനം പറയുക. അപ്രകാരം ഒരു മനോബലത്തോടെ സമ്പത്തിനെ കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കർത്താവിൽ ആശ്രയിക്കാൻ കഴിയണം. അവിടെ നിന്നാണ് എനിക്ക് ഭക്ഷണം നൽകുന്നതെന്ന് പറയാൻ കഴിയണം. അതിന് ഈ ഒരു ബോധമുണ്ടാകണം. എൻ്റേതാണ് സമ്പത്തെന്ന ഒരു മിഥ്യാധാരണ അകലണം. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന ഒരു സാങ്കല്പികമായ മഹിമ വെടിയണം. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റണം. ശിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുകൾ കൂടുതൽ ഗൗരവമായി ഇന്നത് അഭിലഷിക്കുന്നുണ്ട്. പട്ടിണിപ്പാവങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി നിന്നിട്ടാണ് നാം ഇന്ന് സുഭിക്ഷമായി കഴിയുന്നതെങ്കിൽ നിത്യനരകത്തിലേക്കുള്ള വാതിലിലാണ് നാം എത്തി നിൽക്കുന്നതെന്ന് തിരിച്ചറിയണം. അപ്രകാരം തിരിച്ചറിയാതെ പോകുമ്പോഴൊക്കെ ക്രിസ്തുവിൽ നിന്ന് ഏറെ അകലെയാണ്, രക്ഷയിൽ നിന്ന് ഏറെ അകലെയാണ്. നമുക്ക് അത്തരമൊരു അകലം നീട്ടിക്കൊണ്ടുപോകാനാവില്ല എന്ന പരമയാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ ശിരസ് നമിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കയ്യിലുള്ളവ അവരനപ്പമായി മാറാൻ, എന്നെ തന്നെ മുറിച്ചു വിളമ്പാൻ എന്നെ പഠിപ്പിച്ച ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അപ്രകാരം അവരന് ഭക്ഷണമായി മാറാനുള്ള ശക്തി എനിക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ.